അകാലത്തിൽ ഭർത്താവിനെ നഷ്ടമായ തൃപ്പൂണിത്തുറ സ്വദേശിനിയായ സരോജിനി അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് പറക്കമുറ്റാത്ത 2 പെൺമക്കളെ വളർത്തി വലുതാക്കിയത്. തന്റെ സ്വത്ത് 2 പേർക്കുമായി വീതം വെച്ചു നൽകി. പിന്നീട് അമ്മ അവർക്കൊരു ബാധ്യതയായി. കേരളം കഴിഞ്ഞ രാത്രി ആ അമ്മയുടെ ദുരവസ്ഥ കണ്ടതാണ്. ഒടുവിൽ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്നാണ് സരോജിനി അമ്മയ്ക്ക് വീടിനുള്ളിൽ കയറാൻ കഴിഞ്ഞത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിനിടെ ആരോപണം നിഷേധിച്ച മകൾ ജിജോ രംഗത്തെത്തി. അമ്മയെ വീടിന് പുറത്താക്കിയ മകളുടെ ക്രൂരതയെക്കുറിച്ച് ആദ്യം വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18 ആണ്. കഴിഞ്ഞ രാത്രി ന്യൂസ് 18 വാർത്താ സംഘം തൈക്കുടത്തെ വീട്ടിലെത്തുമ്പോൾ സരോജിനി അമ്മ സ്വന്തം വീടിന്റെ ഉള്ളിൽ കയറാൻ കഴിയാതെ മണിക്കൂറുകളായി പുറത്തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആർഡിഒയുടെ ഉത്തരവുണ്ടായിട്ടും സ്വന്തം വീടിന് മുന്നിൽ ഒരു അഭയാർത്ഥിയെ പോലെ ഇരിക്കേണ്ടി വന്ന ദയനീയ അവസ്ഥ അവിടെ തിങ്ങിക്കൂടിയ നാട്ടുകാരിലും ജനപ്രതിനിധികളിലും വേദനയുണ്ടാക്കി. പക്ഷേ വളർത്തി വലുതാക്കിയ മകൾ കാട്ടിയ ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ പലവട്ടം ആ അമ്മയുടെ കണ്ണു നിറഞ്ഞു. പോലീസ് എത്തി നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതോടെ രാത്രി 11:15 നാട്ടുകാരുടെ സഹായത്തോടെ സരോജിനി അമ്മ കതക് പൊളിച്ചകത്തു കയറി. പിന്നീട് പോലീസിന്റെ കാവലിലാണ് ഇവർ വീട്ടിൽ അന്തിയുറങ്ങിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മരട് പോലീസിന് നിർദ്ദേശം നൽകി. അതിനിടെ ആരോപണം നിഷേധിച്ച മകൾ ജിജോ രംഗത്തെത്തിയിട്ടുണ്ട്. അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലെന്നും അവർ സ്വമേധയാ പോവുകയാണ് ചെയ്തതെന്നുമാണ് വിശദീകരണം. ഞങ്ങളിവിടെ അമ്മേനെ സ്വാതന്ത്ര്യമായിട്ട് നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് നന്നായിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ്. സകല സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു അമ്മയാണ്. സംഭവത്തിന് പിന്നിൽ കുടുംബ പ്രശ്നത്തിനൊപ്പം രാഷ്ട്രീയ വിരോധം കൂടിയുണ്ടെന്നും മകൾ ആരോപിക്കുന്നു. അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നത്തിൽ CPM നേതാക്കൾ പോലീസിനെയും സമ്മർദ്ദത്തിലാക്കിയെന്നാണ് നാട്ടുകാരുടെ വിമർശനം. എന്തിനാണ്, ആർക്കു വേണ്ടിയാണ് പാർട്ടി ഇടപെടൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് 18 കൊച്ചി.